നമസ്കാരം. ബംഗാളിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇപ്പോൾ നിലവിലുള്ള നേതാവ് മമതയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പോൾ മമതയ്ക്കൊപ്പം തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിൻ്റെ പുതിയ ക്യാപ്റ്റനായ മീനാക്ഷി മുഖർജി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കെതിരെ നിന്ന് നന്ദിഗ്രാമിൽ മത്സരിച്ചെങ്കിലും വെറും 6000-ൽ പരം വോട്ടുകൾ മാത്രമാണ് മീനാക്ഷിക്ക് നേടാനായത്. എന്നാൽ അതിനുശേഷം മീനാക്ഷി എന്ന യുവ നേതാവ് രണ്ടും കൽപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ബംഗാളിൽ കാണുന്ന CPM-ന്റെ തിരിച്ചുവരവിൻ്റെ കാരണം. ബംഗാളിൽ മമത ദീദി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മീനാക്ഷി ഇപ്പോൾ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ എന്നാണ്. ഇൻസാഫ് റാലി നടത്തി ദേശീയ ശ്രദ്ധയാകർഷിച്ച മീനാക്ഷി ഇക്കുറി ലോക്സഭയിൽ മത്സരിക്കാതിരുന്നത് സംസാര വിഷയമായിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി മത്സരരംഗത്തുള്ളതിനാൽ പാർട്ടി മീനാക്ഷിയെ പ്രചരണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. സന്ദേശ് കാലി വിഷയത്തിൽ വേഷം മാറി പോലീസിനെ വെട്ടിച്ച് ഗ്രാമത്തിലെത്തിയ മീനാക്ഷിക്ക് ഇപ്പോൾ വലിയ താരപരിവേഷമാണ് ബംഗാളിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഇലക്ഷനിൽ വിശ്രമമില്ലാതെ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലങ്ങളിലേക്ക് ഓടുകയാണ് മീനാക്ഷി. വലിയ ജനക്കൂട്ടം തന്നെയാണ് മീനാക്ഷി മുഖർജിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം യുവജനത മീനാക്ഷിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ തിടുക്കം കൂട്ടുന്നതും ഇന്നത്തെ കാഴ്ചയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോലും മീനാക്ഷിയെ തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് പ്രചരണത്തിനയക്കണമെന്ന് CPM നേതൃത്വത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. മീനാക്ഷിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം യുവാക്കൾ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ എത്തുന്നുണ്ടെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത്. മമതയ്ക്കെതിരെ ശക്തമായ പോരാട്ടമാണ് മീനാക്ഷിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ഇപ്പോൾ നടന്നു വരുന്നത്. മീനാക്ഷി പറയുന്നത് മമതയും BJP-യും തമ്മിൽ ധാരണയുണ്ടെന്നാണ്. 8 സീറ്റുകളിൽ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും മീനാക്ഷി പറയുന്നു. അതോടൊപ്പം തനിക്കെതിരെ എത്ര കേസുകൾ എടുത്താലും ജയിലിലടച്ചാലും മർദ്ദിച്ചാലും തന്നെ തകർക്കാനാവില്ലെന്നും CPM-നെ തിരികെ ബംഗാളിലെത്തിക്കുക എന്നാണ് തൻ്റെ ലക്ഷ്യമെന്നും മീനാക്ഷി പറയുന്നു. തന്നോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു കൂട്ടം യുവജനങ്ങളെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ. എന്നാൽ മിക്ക യുവ നേതാക്കളും മത്സരരംഗത്തുണ്ടെന്നുള്ളതും വലിയൊരു സത്യം തന്നെയാണ്. ഇത്തവണ വലിയ വിജയം നേടാനാവുമെന്ന് തന്നെയാണ് യുവ നേതാക്കളുടെ അവകാശവാദം. എന്നാൽ എത്ര സീറ്റുകൾ വരെ നേടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എങ്കിലും പാർട്ടി ഇത്തവണ വലിയ തിരിച്ചുവരവ് തന്നെ നടത്തുമെന്നും വോട്ട് വിഹിതം ഉയർത്തുമെന്നും കൂടുതൽ സീറ്റുകൾ നേടുമെന്നുമാണ് CPM സംസ്ഥാന ഘടകം അവകാശപ്പെടുന്നത്. വരും കാലങ്ങളിൽ CPM-നെ നയിക്കാൻ പോകുന്നത് മീനാക്ഷിയാകുമെന്ന ചില വർത്തമാനങ്ങളും പാർട്ടി ഘടകങ്ങൾക്കുള്ളിലും നടക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷിയെയും അവരോടൊപ്പമുള്ള യുവ നേതാക്കളെയും മമത ഭയപ്പെടുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. BJP-ക്ക് നിലവിൽ തിരിച്ചടികളാണ് ബംഗാളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഴമറിയണമെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ.